ഹലോ. അപ്പോൾ നമ്മുടെ ലെവലിൽ എത്തിയിരിക്കുകയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതിന് ശേഷം വീണ്ടും ഡൗണിലേക്ക് പോയി വീണ്ടും മുകളിലോട്ട് വന്ന് നിൽക്കുകയാണ്. അതായത് നമ്മുടെ CPR ലെവലിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ CPRൻ്റെ ലെവൽ മാത്രം ഇപ്പോൾ നോക്കുന്നുള്ളൂ. നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഡൗണിലേക്ക് വരും. എല്ലാം നിഫ്റ്റിയും നിഫ്റ്റി എല്ലാം അവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ PE സൈഡിലേക്ക് തന്നെയാണ് എൻട്രി എടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ PE സൈഡിലേക്ക് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഏകദേശം ചെറിയൊരു ടാർഗറ്റ് തന്നെ വെച്ചിട്ടുള്ളൂ. 1:1 കിട്ടുകയാണെങ്കിൽ എടുക്കാം എന്നുള്ള ബേസിലാണ് ഞാൻ വെക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ CPRൻ്റെ ലെവൽ അത്രയും നല്ല രീതിയിൽ വന്ന് തട്ടിയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ ആ ക്യാൻഡിൽ വന്നത് നമുക്കൊരു മോർണിംഗ് സ്റ്റാർ എന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിലേക്ക് ഡൗൺ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും മേലേക്ക് തന്നെ പോവുമായിരിക്കും. മാർക്കറ്റ് നല്ല രീതിയിൽ മോർണിംഗ് ഓപ്പൺ ചെയ്ത ശേഷം നല്ല രീതിയിൽ കയറി വന്നതുകൊണ്ട് വോളിയൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ബയേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ കയറിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെറിയൊരു ടാർഗറ്റ് 1:1 എങ്കിൽ നമുക്ക് എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് സൈഡ് വൈസ് കളിച്ചിട്ടുണ്ട്. 3 ദിവസം കുറേ നല്ല സൈഡ് വൈസ് ആയിരുന്നു. പ്രീമിയമൊക്കെ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 3 ദിവസമായിട്ട് നമുക്ക് ലോസ് തന്നെയാണ്. ഇന്നലെ മാത്രം ചെറിയൊരു രീതിയിൽ എൻട്രി തന്നെ നമുക്ക് എക്സിറ്റ് ആവേണ്ടി വന്നു. ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അതിന് മുന്നേ 2 ദിവസം നമുക്ക് ലോസായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ചെറിയൊരു രീതിയിൽ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേവറിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലോസിലേക്ക് പോകേണ്ടി വരും. ദിവസം കൂടി നമുക്ക് ലോസിലേക്ക് പോകേണ്ടി വരും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ അതോ ലോസ് ആയിരിക്കുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ആവാം. ഹലോ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മുടെ അവസാനിച്ചിരിക്കും. ഞാൻ മോർണിംഗ് ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പിന്നെ വേറൊരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗ് ആ നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടിയ ശേഷം പിന്നെ അവിടെ നമുക്ക് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്ത് നമ്മുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് മോർണിംഗ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ എക്സ്പയറി ദിവസം നമുക്ക് വേണ്ട മൂവ്മെൻറ്റ് മോർണിംഗ് തന്നെ കിട്ടിയിട്ട് പിന്നെ സൈഡ് വൈസ് കളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബഡ്ജറ്റ് ഉണ്ടായിരുന്നതാണ്. പാർലമെൻറ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടെ ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബഡ്ജറ്റ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പോസിറ്റീവാണ്. എല്ലാ സ്റ്റോക്ക് അടക്കം എല്ലാം നമ്മുടെ പോസിറ്റീവ് തന്നെയാണ് ഇന്ന് മൊത്തം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് തന്നെ എല്ലാം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നിട്ട് അവസാനിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോർണിംഗ് എനിക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് അതായത് ഈ ഒരു റേഞ്ചിൽ ഞാൻ എൻട്രി എടുക്കാനാണ് എനിക്കുണ്ടായിരുന്നത്. അവിടെ നിന്ന് റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഞാൻ എടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ മൂവിങ് ആവറേജ് അടുത്ത് തന്നെ ഉള്ള കാരണമാണ് ഞാൻ അത് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ CPR ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. അതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് പിന്നെയും ചെറിയ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഡൗണിലേക്ക് എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനത് അവിടെ നിന്ന് ഒഴിവാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൺഫർമേഷൻ വന്നിട്ട് നമുക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാതെ അങ്ങനെ വിട്ടതാണ്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് വീണ്ടും നല്ലൊരു ബുള്ളിഷ് വന്നിട്ട് ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ CPR റേഞ്ചിൽ വന്നപ്പോൾ ഞാനത് അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നല്ല രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ
എഫക്റ്റും ആവുന്നുണ്ടായിരുന്നു. നല്ല ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ ഏകദേശം നമ്മുടെ CPR നല്ല രീതിയിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോഴാണ് ഞാനത് എടുത്തത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു പണിയായി മാറി. ചെറിയൊരു ലോസിലേക്കാണ് വന്നത്. ട്രേഡ് നമുക്ക് ഏകദേശം 1100 അടുത്തുള്ള നമുക്ക് ലോസാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് എടുത്തു. അതിന് താഴെ വന്നു. അതിന് പിന്നെയും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫോർമാറ്റ് തന്നെ കിട്ടി. അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് വീണ്ടും മേളിലോട്ട് നല്ല രീതിയിൽ വോളിയം കൂടി നല്ല രീതിയിൽ ഫുള്ളായിട്ട് മുകളിലോട്ട് മാത്രമായിരുന്നു പിന്നെ ട്രെൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് സൈഡിലേക്കൊന്നും ഏതും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ഒഴിവാക്കി വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ വേറൊരു എൻട്രി ഞാൻ ആ ഒരു 30 മിനിറ്റ്സ് ഞാൻ ഏകദേശം ഇറങ്ങിയത് ആ റെഡ് ലൈൻ നമ്മുടെ ക്ലോസ് ആയതും ഞാൻ ഇവിടുന്ന് ഓക്കെ ബുള്ളിഷ് നല്ല വോളിയം കൂടുന്നുണ്ട് എന്നുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് 1100 റുപ്പീസിൻ്റെ ലോസ് ആവുന്നതിന് ശേഷം ഒരു നല്ല രീതിയിൽ ബുള്ളിഷ് വന്നു. ഇവിടെ നിന്നൊക്കെ പിന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഞാൻ ഇവിടെ നിന്ന് സൈഡിലേക്കായിരിക്കും എടുക്കുക. പക്ഷേ അവിടെ നിന്നും എടുക്കാൻ നിന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ബഡ്ജറ്റ് വേറെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ കളിച്ച് പിന്നെ ഇവിടെ ഏകദേശം ഞാൻ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ചാർട്ട് പാറ്റേൺ ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായി ഫോളോ ചെയ്തു. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഒരു എൻട്രി എടുത്തു. അതിനുശേഷം എൻ്റെ ക്ഷീണം മാറാതെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ ഏതും എൻട്രി ഓപ്പർച്യൂണിറ്റി 2-3 എൻട്രി ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ച് ബഡ്ജറ്റ് ഡേ ആയിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. പിന്നെ സൈഡ് ബൈ സൈഡ് പോയി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് സൈഡിലേക്ക് എടുത്തെടുക്കുക നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6x റേഞ്ചിൽ, അതായത് 6x റേഞ്ചെല്ലാം പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുക. അതായത് 50 രൂപയ്ക്ക് വാങ്ങിച്ചത് 250 രൂപ 300 രൂപയിലേക്ക് വന്ന് നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനി നാളെ മാർക്കറ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് വൃത്തിയായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചൊക്കെ എടുക്കാൻ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നാളെ ഇനിയിപ്പോൾ നിഫ്റ്റിയിലോ നിഫ്റ്റിയോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയോ ഏതായാലും നമുക്ക് നോക്കിയിട്ട് നല്ല രീതിയിൽ നല്ല എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം.